ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായി ചാലിയാറിലെയും വനമേഖലയിലെയും ഇന്നത്തെ തിരച്ചിൽ പൂർത്തിയായി. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെ 8 മൃതദേഹമാണ് ഇന്ന് കണ്ടെടുത്തത്. വിവിധ സേനകൾക്കൊപ്പം 1000-ഓളം സന്നദ്ധ പ്രവർത്തകരും തിരച്ചിലിൽ പങ്കെടുത്തു. അത്യാധുനിക സംവിധാനവും വിവിധ സേനകളും ഒപ്പം 1000-ലധികം സന്നദ്ധ പ്രവർത്തകരും അണിനിരന്നു നടത്തിയ തിരച്ചിലിൽ വലിയ പ്രതീക്ഷയാണ് എല്ലാവരും വെച്ചു പുലർത്തിയിരുന്നത്. എന്നാൽ വേണ്ടത്ര പ്രതീക്ഷിച്ച റിസൾട്ട് ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പോലീസിന്റെയും വനം വകുപ്പിന്റെയും ഫയർഫോഴ്സിന്റെയും വിവിധ സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിൽ വ്യാപകമായ തിരച്ചിലാണ് ഇന്ന് നടന്നത്. രാവിലെ 7 മണി മുതൽ ചാലിയാറിന്റെ തീരത്ത് ഇരുട്ടുകുത്തി മുതൽ പരപ്പൻപാറ വരെ പരിശോധന നടത്തി. സന്നദ്ധ പ്രവർത്തകരെ ഉൾപ്പെടുത്തി 25 പേർ അടങ്ങുന്ന 4 ഗ്രൂപ്പുകളായി തിരിഞ്ഞായിരുന്നു തിരച്ചിൽ. ഓരോ ഗ്രൂപ്പിനൊപ്പവും ഒരു തണ്ടർബോൾട്ട് ടീം അംഗവും ഉണ്ടായിരുന്നു. ഇരുട്ടുകുത്തിയിൽ നിന്ന് 6 കിലോമീറ്റർ അകലെ ഉൾവനത്തിൽ നിന്ന് 7 ശരീരഭാഗങ്ങൾ കണ്ടെത്തി. പൂക്കോട്ടുമണ്ണ റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് നിന്ന് പുരുഷന്റെ മൃതദേഹവും കണ്ടെടുത്തു. ഇതുവരെ ചാലിയാർ പുഴയിൽ നിന്ന് എത്തിച്ച മൃതദേഹങ്ങളുടെ എണ്ണം 213ആയി. ശരീരഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള കണക്കാണിത്. പോത്തുകലിൽ നിന്ന് പോയ ഒരു സംഘം തിരച്ചിൽ നടത്തി സൂചിപ്പാറ വഴി വയനാടെത്തി. മുൻകരുതൽ എന്ന നിലയിൽ സൂചിപ്പാറ വെള്ളച്ചാട്ടത്തിന് കുറുകെ സൈന്യം റോപ്പ് വേ നിർമ്മിച്ചിരുന്നു. വനത്തിലും പുഴയോരത്തെ മണൽത്തിട്ടകൾ കേന്ദ്രീകരിച്ചുമായിരുന്നു ഇന്നത്തെ തിരച്ചിൽ. നാളെ ഏത് രീതിയിൽ തിരച്ചിൽ നടത്തണമെന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമായിട്ടില്ല. വലിയ സന്നാഹങ്ങളോടുകൂടിയുള്ള കൂട്ടത്തിരച്ചിൽ അവസാനിപ്പിച്ചെങ്കിലും വരും ദിവസങ്ങളിലും പരിശോധനകൾ തുടരുമെന്നാണ് ജില്ലാ ഭരണകൂടമടക്കം അറിയിക്കുന്നത്. തങ്ങളുടെ ഉറ്റവർക്കായി ചാലിയാറിലേക്ക് കണ്ണും നട്ടിരിക്കുകയാണ് വയനാട്ടിലുള്ളവർ. രാജീവ് സുദേവനും ബിനീഷ് ബാബുരാജിനും ഫാരിസിനുമൊപ്പം നിഖിൽ പ്രമേഷ്, 24.